അച്ഛനോ അമ്മയ്ക്കോ ക്യാൻസർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മക്കൾക്ക് ക്യാൻസർ വരും എന്നുള്ള രീതിയിലുള്ള തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. പക്ഷെ ക്യാൻസർ എങ്ങനെ ഈ അച്ഛനമ്മമാരിൽ നിന്ന് മക്കളിലേക്ക് നേരിട്ട് പടരുന്ന ഒരു അസുഖമല്ല. എന്നാൽ ചില ക്യാൻസറുകൾ പാരമ്പര്യമായിട്ട് നമുക്ക് അങ്ങനെ ചില ഫാമിലീസ് വരാൻ സാധ്യതയുണ്ട്. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ BRCA1, BRCA2 എന്നൊക്കെ പറഞ്ഞ ചില ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്ന ചില അപകടകരമായ ചില ജീനുകളുണ്ട്. ആ ജീനുകൾ വഴി ചിലപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ പോലെയോ ഇല്ലെങ്കിൽ നമ്മൾ അണ്ടാശയ ക്യാൻസർ പോലുള്ള ചില ക്യാൻസറുകൾ പാരമ്പര്യം കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില സിൻഡ്രോംസുമായിട്ട് ബന്ധപ്പെട്ട് ലിഞ്ച് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ഓരോ അസുഖങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ചില ക്യാൻസർ റിസ്ക് കൂടും. കോളോറക്ടൽ ക്യാൻസർ, നമ്മളുടെ മലാശയവുമായി ബന്ധപ്പെട്ട ക്യാൻസർ റിസ്ക് കൂടുതൽ കാണാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചില ഫാമിലീസിൽ ചെറുപ്രായത്തിൽ തന്നെ ക്യാൻസർ ഉള്ളവരുണ്ടാവുക, ഇല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ ഒരുപോലുള്ള ക്യാൻസറുകൾ പല പല ബന്ധുക്കളിലും കാണുക, അതല്ലെങ്കിൽ ഒരേ ആളിൽ തന്നെ പല രീതിയിലുള്ള ക്യാൻസർ കാണുക. അങ്ങനെയുള്ളവരൊക്കെ ഫാമിലിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫാമിലിയിലുള്ളവർ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യാനും ഇല്ലെങ്കിൽ ആ പോസിബിലിറ്റി ഒഴിവാക്കാനും ഒക്കെ സാധിക്കും.